ഹായ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ചുറ്റുമുള്ള കുറേ കുട്ടികൾ നോക്കുമ്പോൾ അവർ ചെയ്യുന്ന ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ തോന്നിയ സമയത്ത് കിടന്നുറങ്ങുകയും തോന്നിയ സമയത്ത് എഴുന്നേൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പല ആളുകളും. പക്ഷേ നമുക്കിപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എക്സാമിൻ്റെ ടൈം എപ്പോഴാണെന്ന് അറിയാം. ഇപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഷിഫ്റ്റ് അറിയില്ലെങ്കിലും 9 to 12 ഒരു എക്സാം ഉണ്ട്, 3 to 6 ഒരു എക്സാം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ റൂട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ക്ലോക്ക്, ബയോളജിക്കൽ ക്ലോക്ക് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പാതിരാത്രി ഒരു 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്നു, രാവിലെ 10 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ, ആൾക്ക് 9 o'clock മോർണിംഗ് ഷിഫ്റ്റാണ് കിട്ടണമെങ്കിൽ അയാൾ എക്സാമിലേക്ക് കയറുന്നത് ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും. ആൻഡ് അതേപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം തൂങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് ഈവനിങ് ഷിഫ്റ്റാണ് കിട്ടണമെങ്കിൽ 3 o'clock മുതൽ 6 o'clock വരെ അവർ ലെഥാർജിക് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ടയേർഡായിട്ടോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ബയോളജിക്കൽ ക്ലോക്കും ഡെയിലി റൂട്ടീൻസും സെറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 9 to 12 അതുപോലെ 3 to 6 ആയിരിക്കണം നമ്മുടെ പീക്ക് പ്രൊഡക്ടിവിറ്റി ടൈം. ഓക്കെ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അപ്പ് ടൈം ആ സമയമായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, സ്ലീപ്പ് ഹാബിറ്റ്, അതുപോലെ മോക്ക് എക്സാം എഴുതുന്ന ടൈമിങ്, ഇതൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം. കാരണം ആ സമയത്ത് നമുക്കറിയാം നമ്മുടെ ബെസ്റ്റ് അല്ലെങ്കിൽ പീക്ക് പ്രൊഡക്ടിവിറ്റി പുറത്തെടുക്കേണ്ട സമയമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടാവട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.